നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനോട് ഒരു ചോദ്യം. അതിന് നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞതാകട്ടെ തൊഴുകൈകളോടെ. ആ ചോദ്യം മറ്റൊന്നുമല്ല, കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സുകളിലുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ് ആ ചോദ്യമായി വന്നത്. പ്രധാനമായും സ്ത്രീകളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് പ്രധാനമന്ത്രി പദം ലഭിക്കേണ്ടേ എന്നായിരുന്നു NK പ്രേമചന്ദ്രൻ MP ചോദിച്ചത്. പരാമർശിച്ചപ്പോൾ നിഷേധിച്ച് കൈകൂപ്പി ചിരിക്കുന്ന നിർമ്മല സീതാരാമനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി, KV തോമസ്, കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നമ്മൽ എന്നിവർക്കൊപ്പം ഇരിക്കുമ്പോഴായിരുന്നു, ആ വേദിയിൽ വെച്ചായിരുന്നു ഈ ചോദ്യം നിർമ്മല സീതാരാമനെ തേടി എത്തിയത്. മുമ്പ് ധനമന്ത്രിയായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരുന്നു. അന്നത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഹെൻറി ഭാവിയിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ എന്നാണ് അദ്ദേഹത്തെ ആശംസിച്ചത്. അത് സത്യമായി മാറുകയായിരുന്നു. ഇപ്പോൾ ഇതേ വേദിയിൽ ഇരിക്കുന്ന ധനമന്ത്രിയും ഭാവിയിൽ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് NK പ്രേമചന്ദ്രൻ MP പറയുകയായിരുന്നു. വേണ്ട വേണ്ട എന്ന് ആംഗ്യം കാണിച്ച് കൈകൂപ്പി നിർമ്മല സീതാരാമൻ നിന്ന ചിത്രവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഇടം പിടിക്കുന്നു. ഫാത്തിമ മാതാ കോളേജിലെ ബിരുദദാന ചടങ്ങിനിടെയായിരുന്നു MP-യുടെ ഈ പരാമർശം. വേദിയിൽ ചിരി പടർന്ന നിമിഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ശക്തമായ വനിതാ നേതാവാണ് നിർമ്മല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. കഴിവുകൾ വളർത്താനുള്ള സാഹചര്യം ഇന്നത്തെ ഭാരതത്തിലുണ്ടെന്നും അതുപയോഗിച്ച് വികസിത ഭാരതം നിർമ്മിക്കേണ്ടത് യുവജനങ്ങളാണെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദദാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വികസിത രാജ്യ സാക്ഷാത്കരണത്തിന് ദീർഘവീക്ഷണമുള്ള യുവജനങ്ങളുടെ സംഭാവന പ്രധാനമാണ് എന്നും 2047 ആ ലക്ഷ്യം സാധ്യമാകണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഇന്നത്തെ വളർച്ചയിൽ ശാസ്ത്രലോകത്തിന്റെയും ശാസ്ത്രജ്ഞരുടെയും കഴിവുകളും പ്രവർത്തനങ്ങളും പ്രധാനമാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമായി വേണ്ടത് വിദ്യാഭ്യാസമാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുമുണ്ട്. ഭാരതം മാറ്റത്തിന്റെ പാതയിൽ കൂടിയാണ്. വികസനത്തിലേക്കുള്ള ഈ മാറ്റം ത്വരിതപ്പെടുത്തേണ്ടത് യുവജനങ്ങളാണ്. വിവരങ്ങൾക്കായി എങ്ങോട്ടും പോകേണ്ട സാഹചര്യം ഇന്നത്തെ യുവത്വത്തിന് ഇല്ല. വേണ്ടത് തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. അവസരങ്ങൾ തേടി വിദേശത്ത് പോകേണ്ടതില്ല. യുവാക്കൾക്കായി രാജ്യത്ത് അനേകം അവസരങ്ങളുമുണ്ട്. കേരളം രാജ്യത്തെ പ്രധാന വിജ്ഞാന കേന്ദ്രമാണ്. നിരവധി സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലുണ്ട്. രാജ്യത്തിനായി കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 17 ബിരുദ പ്രോഗ്രാമുകളിലായി 475 വിദ്യാർത്ഥികളും 10 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലായി 175 വിദ്യാർത്ഥികളുമാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. കൊല്ലം രൂപതാധ്യക്ഷൻ റൈറ്റ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷനായി. NK പ്രേമചന്ദ്രൻ MP, പ്രൊഫസർ KV തോമസ്, കേരള യൂണിവേഴ്സിറ്റി VC പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, പരീക്ഷാ വിഭാഗം കൺട്രോളർ ക്രിസ്റ്റി കമന്റ്, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിന്ധ്യ കാതറിൻ മൈക്കിൾ, ഡോക്ടർ അഭിലാഷ് ഗഗറി, ഡോക്ടർ സജു എന്നിവരും പങ്കെടുത്തിരുന്നു.